ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥ സ്കന്ധം അധ്യായം 30 രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ പ്രചേതസ്സുകളുടെ ചരിത്രത്തിലേക്ക് വരികയാണ്. പ്രചേതസ്സുകളോട് പ്രാചീന ബർഹിസ് ആത്മതത്വത്തെ മനസ്സിലാക്കി രാജർഷിയായി അദ്ദേഹം രാജ്യം ഉപേക്ഷിച്ച് തപസ് ചെയ്യാൻ കാട്ടിലേക്ക് പോകുന്നതിന് മുൻപ് മക്കളായ പ്രചേതസ്സുകളെ തിരിച്ചു വിളിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ഭരണം ഏൽപ്പിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം പോകുന്നു, ഭഗവാനുമായി സാരൂജ്യപ്രാപ്തി നേടുന്നു, സാരൂജ്യ മുക്തി നേടുന്നു. അതിനുശേഷം പ്രചേതസ്സുകളെ പിന്നീട് പ്രചേതസ്സുകളുടെ തപസ്സിൻ്റെ ഒടുവിൽ ഭഗവാൻ പ്രചേതസ്സുകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അവർക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. നിങ്ങളുടെ ആ ഒരുമ, നിങ്ങളെല്ലാവരും ഈ 10 മക്കളും ഒരുമിച്ച് ഒരേപോലെ ധാർമ്മികമായ രീതിയിൽ ജീവിക്കുന്നു, ധർമ്മത്തെ ആചരിച്ചു പോരുന്നതിൽ ഞാൻ അത്രയും സംപ്രീതനായിരിക്കുകയാണ്. അപ്പോൾ എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അതുപോലെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും നിങ്ങൾക്ക് അതിലൊരു മകൻ ഉണ്ടാവുകയും വളരെ വിഖ്യാതനായിട്ടുള്ള പ്രശസ്തി നേടിയ കീർത്തിയോടുകൂടിയ ഒരു മകൻ ജനിക്കുമെന്നും പറയുന്നു. കണ്ടോ മഹർഷിക്ക് പ്രംലോജ എന്ന ദേവസ്ത്രീയിലെ ഗന്ധർവ സ്ത്രീയിലെ അപ്സര സ്ത്രീയിൽ പിറക്കുന്ന മകള്, അവളെ വൃക്ഷദേവതകളാണ് വളർത്തുന്നത്. ചന്ദ്രദേവന്റെ വിരൽത്തുമ്പിൽ നിന്നും അമൃതം സേവിച്ചാണ് അവൾ വളർന്നത്. അവളെയാണ് ഭാര്യയായിട്ട് വരിക്കേണ്ടത്. കാരണം നിങ്ങളുടെ അതേപോലെ തന്നെ ധർമ്മം ആചരിക്കുന്നവളാണ് അവൾ, നിങ്ങൾക്ക് പൂർണ്ണമായും സമർപ്പിതമായി കഴിയുന്നവളാണ്. അതുകൊണ്ട് അവളെ ഭാര്യയായി വരിക്കൂ എന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ശ്ലോകം 17. ദിവ്യവർഷ സഹസ്രാണാം സഹസ്രം അഹദ ഓജസ സഹസ്രം അഹദ ഓജസഃ ഭൗമാൻ ഭോക്ഷ്യത ഭോഗാൻ വൈ ദിവ്യാൻ ച അനുഗ്രഹണാത് മമ. ദിവ്യവർഷ സഹസ്രാണാം, ദേവന്മാരുടെ ദിവ്യവർഷം എന്ന് വെച്ചാൽ ദേവന്മാരുടെ വർഷം. അങ്ങനെ സഹസ്രാണാം 1000 ദേവവർഷങ്ങളുടെ സഹസ്രം, 1000 കാലം, 1000 ദേവവർഷമാകുന്ന 1000 കാലെന്ന്. അപ്പോൾ ഒരു ദേവവർഷം, അങ്ങനെ 2 ദേവവർഷം, അങ്ങനെ 1000 ദേവവർഷം, അങ്ങനെ 1000 ദേവവർഷങ്ങളാകുന്ന 1000 കാലെന്ന്. അപ്പോൾ എത്ര കാലമാണെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു വർഷമാണ് ദേവന്മാരുടെ ഒരു ദിവസം. അങ്ങനെ ദേവന്മാരുടെ ഒരു വർഷം, 2 വർഷം, അങ്ങനെ 1000 വർഷങ്ങളാകുന്ന 1000 കാലം. അഹദ ഓജസ് നഷ്ടപ്പെടാതെ ഭൗമാൻ ഈ ഭൂമിയിൽ ഭോഗാൻ എല്ലാ സുഖങ്ങളെയും ഒപ്പം ദിവ്യാൻച ദേവലോകത്തുള്ള എല്ലാ സുഖങ്ങളെയും ഭോക്ഷ്യത നിങ്ങൾ അനുഭവിക്കും. മമ അനുഗ്രഹണാത് എൻ്റെ അനുഗ്രഹം കൊണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അവരോട്, അവളോടൊപ്പമുള്ള നിങ്ങളുടെ ജീവിതം 1000 ദേവവർഷകാലാണ്. അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല എത്ര കാലമാണെന്ന്, അത്രയ്ക്കധികം. 1000 ദേവവർഷങ്ങളുടെ 1000 കാലം അവളോടൊപ്പം ഭൂമിയിലും ദേവലോകത്തും എല്ലാ സുഖങ്ങളും അനുഭവിച്ച് നിങ്ങൾ ജീവിക്കും. അതും നിങ്ങളുടെ ഓജസ് നഷ്ടപ്പെടാതെ എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. ഇനി അങ്ങനെ അപ്പോൾ അവളോടൊപ്പമുള്ള ഒരു കുടുംബജീവിതമാണല്ലോ നയിക്കുന്നത്, എല്ലാ സുഖങ്ങളും അനുഭവിച്ചിട്ട്. അതിനുശേഷം ശ്ലോകം 18. അധ മയി അനപായിന്യ ഭക്ത്യ പക്വഗുണാശയ ഉപയാസി അധ മത് ധാമ നിർവിദ്യ നിരയാത് അധ. അങ്ങനെ അവളോടൊപ്പമുള്ള നിങ്ങളുടെ ആ കുടുംബ ജീവിതം വളരെ ഭംഗിയായി ജീവിച്ച് ആ ജീവിക്കുമ്പോഴും മയി അനപായിന്യ മയി എനിക്കായിട്ട് അനപായിന്യ ഭക്ത്യ അചഞ്ചലമായ ഭക്തിയോടെ, ഭഗവാനിലുള്ള അചഞ്ചലമായ ഭക്തിയോടെ, പക്വഗുണാശയ എല്ലാ മനോമാലിന്യ
മാലിന്യങ്ങളിൽ നിന്നും മുക്തരായിട്ട് ഉഭയാസി എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ ആയിത്തീരും, നിങ്ങൾ ആ അവസ്ഥയെ നേടും. അങ്ങനെ നേടിയിട്ട് മധധാമ, എൻ്റെ ധാമത്തെ, അതായത് എന്നിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്യും. നിർവിദ്യ എന്ന് വെച്ചാൽ വിരക്തമാവുക. നിരയാത് എന്ന് വെച്ചാൽ ഭൗതികമായ വിഷയങ്ങളിൽ നിന്നും എന്നർത്ഥം. അപ്പോൾ അങ്ങനെ കുടുംബജീവിതം അവളോടൊപ്പം സുഖമായി എല്ലാ ഭൗതിക വിഷയങ്ങളും അനുഭവിച്ച് ജീവിക്കുമ്പോഴും എന്നിലുള്ള അചഞ്ചലമായ ഭക്തിയോടുകൂടി മനസ്സിലെ മറ്റു മാലിന്യങ്ങൾ ഒന്നും വരാതെ മനോമാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തരായി ജീവിക്കുമ്പോൾ നിരയാത്, ഈ ഭൗതികമായ വിഷയങ്ങളോടുള്ള നിർവിദ്യ, വിരക്തി നിങ്ങളിൽ സംഭവിക്കുകയും അതിനുശേഷം നിങ്ങൾ എൻ്റെ ധാമത്തെ എന്നിലേക്ക് ലയിച്ചു ചേരുകയും ചെയ്യും എന്ന്. അപ്പോൾ കണ്ടോ, പ്രജേതസ്സുകൾ വളർന്നു വലുതായപ്പോൾ പിതാവായ പ്രാചീന ബർഹിസ് പറഞ്ഞത് പ്രജാസൃഷ്ടി നടത്താനാണ്. പക്ഷെ അതിനായിട്ട് ഈശ്വരേച്ഛ അനുസരിച്ച് ആ കർമ്മം നിർവഹിക്കേണ്ടത് എങ്ങനെ എന്നറിയാൻ തപസ് ചെയ്യാൻ പറഞ്ഞു. പിതാവിൻ്റെ നിർദ്ദേശാനുസരണം അവർ പോയി തപസ് ചെയ്തു. തപസ്സിൽ ഭഗവാൻ സംപ്രീതനായപ്പോൾ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ്, ഇനി നേരെ എന്നിലേക്ക് ലയിച്ചോന്നല്ല, ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് തൃപ്തി വരണം. അതാണ് ആ പറഞ്ഞത്, നിങ്ങൾ സുഖമായിട്ട് ജീവിക്കൂ. അതിനും ഭഗവാൻ അനുഗ്രഹം കൊടുക്കുകയാണ്. കാരണം ഭഗവാനിലാണ് ആദ്യം മനസ്സ് ചേർത്ത് വെച്ചത്. ഭഗവാനിൽ സമർപ്പിച്ച് ശരീരമനോബുദ്ധിയെ സമർപ്പിച്ച് തപസ് ചെയ്തപ്പോഴാണ് ഭഗവാൻ പ്രസന്നനായത്. അപ്പോൾ ഭഗവാൻ പ്രസന്നനായിട്ട് ഇനി ഈ ഭൂമിയിൽ സുഖമായിട്ട് അവളോടൊപ്പം കുടുംബജീവിതം നയിക്കുക. അങ്ങനെ നയിക്കുമ്പോഴും എന്നിൽ നിങ്ങൾ ആ അചഞ്ചലമായ ഭക്തിയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മനോമാലിന്യങ്ങളിൽ നിന്നൊക്കെ അകന്ന് കുടുംബജീവിതം നയിക്കുമ്പോഴും പല പല ആഗ്രഹങ്ങളും മോഹങ്ങളും സ്വാർത്ഥതയൊക്കെ വരാം, അതൊന്നും ഉണ്ടാവില്ല എന്നെന്ന്. അതുമാത്രമല്ല, അങ്ങനെ ഭൗതിക വിഷയങ്ങളിൽ നിന്നൊക്കെ വിരക്തരായിട്ട് അങ്ങനെ ഒടുവിൽ നിങ്ങൾ എൻ്റെ ധാമത്തെ തന്നെ എത്തിച്ചേരുകയും ചെയ്യുമെന്നുള്ള അനുഗ്രഹവും കൊടുത്തു. അപ്പോൾ മുക്തിയുമുണ്ട് അവർക്ക്, ഭൗതികമായ സുഖവും ഈ ഭൂമിയിൽ ലഭിക്കുന്നു. അതായത് ഇവിടെ ജീവിത സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും അവർക്ക് ലഭിക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറയാണ്, അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം തോന്നി, കുടുംബജീവിതം നയിച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനെ ആ ഒരു മുക്തിയെ പ്രാപിക്കാൻ സാധിക്കുക? അതിനുള്ള ഉത്തരമാണ് ഭഗവാൻ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഗൃഹേഷു അവിശദാം ച അഭി പുംസാം കുശലകർമ്മണാം മധുവർത്ത യാതയാമാനാം ന ബന്ധായ ഗൃഹമതഃ. ഗൃഹേഷു, ഈ കുടുംബജീവിതം അവസാനിച്ചാലും ഈ കുടുംബജീവിതം നയിച്ചാലും അതാണ് ഗൃഹേഷു അവിശദം. നല്ലൊരു കുടുംബജീവിതം നയിക്കുമ്പോഴും അഭി എന്ന് വെച്ചാൽ എങ്കിൽ പോലും പുംസാം, ആ മനുഷ്യന് കുശലകർമ്മണാം, കർമ്മകുശലത പ്രയോഗിച്ചാൽ മതി എന്ന്. മനസ്സിലായോ? നമ്മൾ ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, കർമ്മയോഗത്തിൽ കർമ്മം ചെയ്യാൻ ഒരു സൂത്രമുണ്ട്, കർമ്മകുശലത എന്ന് വെച്ചാൽ സകല കർമ്മങ്ങളും ശരീരം കൊണ്ടും മനസ്സുകൊണ്ട് ചെയ്യുന്ന കർമ്മം ചിന്തകൾ, ബുദ്ധി കൊണ്ട് എടുക്കുന്നത് തീരുമാനങ്ങൾ, ഈ 3 കൊണ്ടും ചെയ്യുന്ന സകല കർമ്മങ്ങളും ആ കർമ്മം ചെയ്യാനുള്ള ശക്തിയായിരിക്കുന്ന ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് പൂർണ്ണ അർപ്പണഭാവത്തോടു കൂടി കർമ്മം ചെയ്യുക. അതാണ് കർമ്മകുശലത. അങ്ങനെ കർമ്മകുശലത കാണിച്ചാൽ കുടുംബജീവിതം നയിച്ചവരാണെങ്കിൽ പോലും മധുവർത്ത, അതായത് അത് മാത്രമല്ല, മധുവർത്ത എന്ന് വെച്ചാൽ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഭഗവാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് യാതയാമാനം ഓരോ നിമിഷവും ചിന്തിക്കുകയും പറയുകയും ചെയ്യുകയാണെങ്കിൽ ഗൃഹ, ഈ കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ പോലും ബന്ധായ, അതിൽ നിന്നുള്ളൊരു ബന്ധനം ന മതഃ നിങ്ങൾക്കുണ്ടാവില്ല എന്നൊന്നും. മനസ്സിലായോ? അതാണ് പറയുന്നത്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് മുക്തി കിട്ടില്ല. കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചാലേ അത് ഉണ്ടാവുള്ളൂ എന്നൊന്നൊരവസ്ഥയില്ലാന്ന്. കുടുംബജീവിതം നയിച്ചുകൊണ്ടും ഒരുവന് മുക്തി സാധ്യമാണ്. അതിന് കർമ്മകുശലത പ്രയോഗിച്ചാൽ മതി. കുടുംബത്തിലുള്ള എല്ലാവരോടും മമത, അറ്റാച്ച്മെൻറ്റ്, സ്വാർത്ഥമായ സ്നേഹം, അങ്ങനെ ഓരോരോ സുഖങ്ങൾ നേടിയെടുക്കാനുള്ള ആഗ്രഹം, ഇതൊന്നുമില്ലാതെ ഭഗവാനിൽ സമർപ്പിച്ച ശരീരമനോബുദ്ധിയെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് കഴിയുകയാണെങ്കിൽ, അങ്ങനെ കർമ്മം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും
അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കുറിച്ചുള്ള ഭഗവാന്റെ കുറിച്ചുള്ള വിഷയങ്ങൾ ഇങ്ങനെ സദാ സംസാരിക്കുക, അതിൽ മനസ്സിങ്ങനെ ചേർത്ത് വെച്ച് ജീവിക്കുകയാണെങ്കിൽ അവൻ കുടുംബജീവിതം നയിക്കുന്നവനാണെങ്കിൽ പോലും അതിൻ്റെ ബന്ധനം അവനെ ബാധിക്കുന്നില്ല. അതായത് ആ മമത, ആ അറ്റാച്ച്മെൻറ്റ്, ആ മായ അവനെ ബാധിക്കില്ല എന്നത്. കാരണം അവൻ സദാ ചിന്തിക്കുന്നതും ഈശ്വര ചിന്തയിൽ, ഈശ്വരീയമായ വിഷയങ്ങൾ ഭഗവാനിൽ കുറിച്ച് ചിന്തിച്ച് സംസാരിച്ച് സകല കർമ്മങ്ങളും ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവനായതുകൊണ്ട് അവനെ ആ ബന്ധനം ബാധിക്കുന്നില്ല. ശ്ലോകം 20. ഇനി നവ്യവത് ഹൃദയേ യത് ജ്ഞഃ ബ്രഹ്മഃ ഏതത് ബ്രഹ്മവാദിഭിഃ ന മുഹ്യന്തി ന ശോചന്തി ന ഹൃഷ്യന്തി യതഃ ഗതാഃ. ഇനി അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കാൻ കഴിയണമെങ്കിൽ ആ ഭഗവത് വിഷയങ്ങളെ വളരെ ഉള്ളിലേക്ക് ആഴത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഒരാളെ നമുക്ക് അറിയാൻ പറ്റണം, അല്ലേ? അങ്ങനെ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോഴാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം, കുടുംബജീവിതം നയിക്കുന്ന ആളുകൾക്ക് ഭഗവാന്റെ വിഷയങ്ങൾ, ഭഗവാന്റെ ഗുണകഥകളെ ഇങ്ങനെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ, ആഴത്തിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിൽ പറഞ്ഞു തരാൻ കഴിവുള്ള ഒരാൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിലേ അവരിതിങ്ങനെ പറയുമ്പോൾ നിത്യവും കേൾക്കുകയാണ്, നമ്മുടെ ഉള്ളിലാണ് അത് വന്ന് തട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ആ ഒരു ഭൗതിക ബന്ധനങ്ങളിലൊന്നും പെടാതെ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ച് കഴിയാൻ പറ്റുമെന്ന്. കൂടെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അതാണ് പറയുന്നത് ബ്രഹ്മവാദിഭിഃ, അതായത് ആ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഗുരുക്കന്മാർ നവ്യവിത് ഹൃദയെ, നവ്യവത് എന്ന് വെച്ചാൽ വളരെ പുതുമയേറിയ രീതിയിൽ എൻ്റെ ഗുണകഥകളെ, ഭഗവാന്റെ ഗുണകഥകളെ ഹൃദയത്തിൽ ഇങ്ങനെ തട്ടുന്ന രീതിയിൽ, ആഴത്തിലെത്തുന്ന രീതിയിൽ ഇങ്ങനെ എന്തെന്നാൽ അതങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ജ്ഞഃ ബ്രഹ്മഃ ഏതത്, ആ പരബ്രഹ്മമായിരിക്കുന്ന ബ്രഹ്മം തന്നെയായിരിക്കുന്ന ആ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ആ ഭഗവാന്റെ ഗുണകഥകൾ, ഓരോ ശരീരമെടുത്ത് അവതരിച്ചപ്പോഴുള്ള ആ ഗുണകഥകളെ കുറിച്ച് ഇങ്ങനെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന രീതിയിൽ പറഞ്ഞു തരികയാണെങ്കിൽ ന മുഹ്യന്തി, ഈ ഭൗതിക ലോകത്ത് കുടുംബജീവിതം നയിക്കുന്നവനാണെങ്കിൽ പോലും അവന് പ്രത്യേകിച്ച് മോഹങ്ങളൊന്നും ഉണ്ടാവില്ല. ന ശോചന്തി, ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ ദുഃഖവും ഉണ്ടാവില്ല. ന ഹൃഷ്യന്തി, കുറേ നേടുമ്പോൾ സന്തോഷവും ഉണ്ടാവില്ല. യതഃ, അപ്പോൾ ഗത എന്ന് വെച്ചാൽ ഈ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരുന്നു എന്ന്. അപ്പോൾ ആ ഒരു കുടുംബജീവിതം നയിക്കുന്നവർക്കാണെങ്കിൽ പോലും അവർക്ക് മുക്തി ലഭിക്കണമെങ്കിൽ ഭഗവത് ചിന്തയിൽ സദാ കഴിയാൻ സാധിക്കണ്ടേ? അപ്പോൾ ഭഗവാന്റെ ഗുണകഥകൾ, ആ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാന്റെ ശരീരരൂപത്തിൽ അവതരിച്ച കർമ്മങ്ങളെക്കുറിച്ച് ഇങ്ങനെ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പറഞ്ഞു തരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് പറഞ്ഞു തരുമ്പോൾ നിത്യവും കേൾക്കുന്നതിലൂടെ ഒരു ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നവനാണെങ്കിൽ പോലും ഒരുപാട് മോഹങ്ങളൊന്നും ഉണ്ടാവില്ല, നേട്ടങ്ങൾ വരാതെ വരുമ്പോൾ ദുഃഖിക്കുകയോ കൂടുതൽ നേട്ടങ്ങൾ വരുമ്പോൾ സന്തോഷിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥയെ, അതായത് ഒരു വിരക്തിയെ, ഒരു വൈരാഗ്യ അവസ്ഥയിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധിക്കും. അല്ലാതെ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിരക്തിയല്ല, അത് വിരക്തിയല്ല. വിരക്തി എന്ന മനസ്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാ, ഒന്നിനോട് ഒരു ആഗ്രഹമില്ലാത്ത അവസ്ഥ. യഥാർത്ഥത്തിൽ അത് വിരക്തിയല്ല, നിരാശയാണ്. കാരണം ഇത് കുടുംബജീവിതം നയിക്കുമ്പോഴും എല്ലാ സന്തോഷങ്ങളും ഉണ്ടെങ്കിൽ കൂടിയും ഒരു ബാലൻസ്ഡ് ആകുന്ന അവസ്ഥയിലേക്ക് മനസ്സ് വരണമെങ്കിൽ ഭഗവത് ചിന്തയിൽ ചേർന്ന് ജീവിക്കുമ്പോഴാണ് അത് സാധിക്കുക. അതിനത് പറഞ്ഞു തരുന്ന ഒരാൾ കൂടെയുണ്ടെങ്കിൽ അതാണ് കൂടുതൽ സഹായിക്കുക എന്നാണ് പറയുന്നത്. ശ്ലോകം 21. ഇത്രയും പറഞ്ഞിട്ട് ഇനി മൈത്രേയ മഹർഷി ആണ് പറയുന്നത്, ഏവം ബ്രുവാണം പുരുഷാർത്ഥ ഭാജനം ജനാർദ്ദനം പ്രാഞ്ചലയഃ പ്രചേതസഃ തത് ദർശന ദ്വസ്ത തമോ രജോ മല ഗിരാഗൃണൻ ഗദ്ഗദയാ സുഹൃത്തമം. അപ്പോൾ മൈത്രേയ മഹർഷി എന്നിട്ട് വിതുരരോട് പറയാനട്ടാ, ഏവം ബ്രുവാണം, ഇപ്രകാരം പറഞ്ഞു കൊടുത്ത് പുരുഷാർത്ഥ ഭാജനം, സകല പുരുഷാർത്ഥങ്ങളെയും അനുഗ്രഹിച്ച് നൽകാൻ കഴിയുന്ന ജനാർദ്ദനം, ആ ഭഗവാൻ, ഒപ്പം സുഹൃത്തമം, എല്ലാവരുടെയും ശ്രേഷ്ഠനായ സുഹൃത്തുമായിരിക്കുന്ന ആ ഭഗവാനെ പ്രചേതസഃ, പ്രചേതസ്സുകൾ, പ്രാഞ്ചലയ, കൂപ്പുകൈകളോടെ, തത് ദർശന, ആ ഭഗവാന്റെ ദർശനത്താൽ, ധ്വസ്ത, ഇല്ലാതായ, തമോ രജോ മല, തമോ ഗുണത്താലും രജോ ഗുണത്താലും ഉണ്ടാകുന്ന മനോമാലിന്യങ്ങളൊക്കെ ഇല്ലാതായിട്ട്, ആ ഭഗവാന്റെ ദർശനത്താൽ ഇല്ലാതായിട്ട്, ഗിരാഗൃണൻ, അതായത് ഗിരാഗൃണൻ എന്ന് വെച്ചാൽ ഭഗവാനെ സ്തുതിച്ചു, ഗദ്ഗദയ,
അതായത് ഇടറുന്ന ശബ്ദത്തോടെ അവർ ഭഗവാനെ സ്തുതിച്ചു എന്ന്. അപ്പോൾ മൈത്രേയ മഹർഷി പറയാണ്, ഭഗവാന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഭഗവാൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ, എല്ലാ പുരുഷാർത്ഥങ്ങളും അനുഗ്രഹിച്ചു തരാൻ കഴിയുന്ന ശ്രേഷ്ഠനായ, എല്ലാവരുടെയും ശ്രേഷ്ഠനായ സുഹൃത്തായിട്ടുള്ള ആ ഭഗവാനെ തൊഴുതുകൊണ്ട്, പ്രചേതസ്സുകൾ തൊഴുതു നിന്നുകൊണ്ട് ഭഗവാന്റെ അതും എങ്ങനെയുള്ള പ്രചേതസ്സുകൾ? ഭഗവാന്റെ ദർശനത്താൽ തമോ രജോ ഗുണങ്ങൾ മൂലമുണ്ടാകുന്ന മനോമാലിന്യങ്ങളൊക്കെ അകന്ന് ആ ഒരു ഇടറുന്ന സ്വരത്തോടു കൂടി അവർ ഭഗവാനെ സ്തുതിച്ചു എന്നാണ് പറയുന്നത്. പ്രചേതസ്സുകൾ ഭഗവാനെ സ്തുതിച്ചത് എങ്ങനെ? അതാണ് 22ാമത്തെ ശ്ലോകം പറയുന്നത്. പ്രചേതസഃ ഊചു, പ്രചേതസ്സുകൾ പറഞ്ഞു, നമോ നമഃ ക്ലേശവിനാശനായ നിരൂപിത ഉദാരഗുണ ആഹ്വയായ മനോ വജോ വേഗ പുരോജവായ സർവ അക്ഷമാർഗൈ അഗതാധ്വനേ നമഃ. നമോ നമഃ, അങ്ങേ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ക്ലേശവിനാശനായ, ഒരു മനുഷ്യന് 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ വരിക അല്ലേ? അങ്ങനെ 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ കഴിവുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. നിരൂപിക്കപ്പെടുക, അതായത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഉദാരഗുണ, നിരവധി ഗുണങ്ങളോടും ആഹ്വയായ, നാമങ്ങളോടും കൂടിയ ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ വേദങ്ങളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഗുണങ്ങളോടും നാമങ്ങളോടും കൂടിയ 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും ശമിപ്പിക്കാൻ കഴിയുന്ന ഭഗവാനെ അങ്ങേക്ക് ഞങ്ങളുടെ നമസ്കാരം. മനോ വജോ വേഗ, മനസ്സിനേക്കാളും വാക്കുകളെക്കാളും വേഗതയിൽ, പുരോജവായ, അതിനേക്കാൾ വേഗത കൂടി, അതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, സർവ അക്ഷമാർഗൈഹി, എല്ലാവിധ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അഗതാധ്വനെ, പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത അങ്ങേക്ക് നമസ്കാരം എന്ന്. മനസ്സിനേക്കാളും വാക്കുകളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ട് എത്ര ശ്രമിച്ചാൽ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. പ്രചേതസ്സുകളുടെ സ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്ലോകം 23. ശുദ്ധായ ശാന്തായ നമഃ സ്വനിഷ്ഠയാ മനസി അപാർത്ഥം വിലസദ്വയായ നമോ ജഗത് സ്ഥാന ലയ ഉദയേഷു ഗൃഹീതമായ ഗുണവിഗ്രഹായ. സ്വനിഷ്ഠായ, ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ, സ്വന്തം രൂപത്തിൽ, ശുദ്ധായ, പൂർണ്ണ ശുദ്ധനാണ് ഭഗവാൻ അല്ലേ? പരമാത്മസ്വരൂപനായ ഭഗവാന് കലർപ്പില്ല, മായയോട് കലർന്നിട്ടില്ല. ഭഗവാൻ മായയോട് കലരുമ്പോഴാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മറ്റെല്ലാ ദേവതകളും ഭഗവാൻ രൂപാന്തരം പ്രാപിച്ചത്, പല പല രൂപങ്ങളെ എടുത്തത്. യഥാർത്ഥത്തിലുള്ള ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമാത്മ ചൈതന്യമാണ്, അത് പൂർണ്ണ ശുദ്ധമാണ്. അതാണ് സ്വനിഷ്ഠായ, യഥാർത്ഥ രൂപത്തിൽ പൂർണ്ണ ശുദ്ധനും ശാന്തായ, ശാന്തനുമായിരിക്കുന്ന അങ്ങേക്ക് നമഃ, നമസ്കാരം. എന്നാൽ ഭഗവാൻ ശരീരം എടുക്കുകയാണെങ്കിൽ എന്തിനായിരിക്കും ശരീരം എടുക്കുന്നത്? മനസ്സി അപാർത്ഥം, ആ ഭഗവാൻ ഒരു രൂപം എടുക്കുമ്പോൾ ഭഗവാന്റെ മനസ്സിൽ അപാർത്ഥം, യഥാർത്ഥമല്ലാത്ത, വിലസത് ദ്വയായ, വിലസത് എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നു, ദ്വയായ എന്ന് വെച്ചാൽ ദ്വൈതഭാവത്തിൽ പ്രകാശിക്കുന്ന ജഗത്ത്, ഈ ജഗത്ത് അതിൻ്റെ സ്ഥാന ലയ ഉദയേഷു, ഉദയേഷു എന്ന് പറഞ്ഞാൽ സൃഷ്ടി, സ്ഥാനം എന്ന് വെച്ചാൽ പരിപാലനം, ലയം എന്ന് വെച്ചാൽ സംഹാരം എന്നീ കർമ്മങ്ങൾക്ക് ഗൃഹീതമായ ഗുണ, ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ സ്വീകരിച്ച്, ഗൃഹീത സ്വീകരിച്ചിട്ട് ഭഗവാൻ പല പല രൂപങ്ങളെ വിഗ്രഹായ സ്വീകരിക്കുന്നു. അങ്ങനെയുള്ള ഭഗവാന് നമോ, നമസ്കാരം എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ പരിപൂർണ ശുദ്ധനും പൂർണ്ണ ശാന്തനുമായ അങ്ങേക്ക് നമസ്കാരം. അതേ ഭഗവാൻ തന്നെ ഭഗവാൻ രൂപങ്ങൾ എടുക്കുമ്പോൾ ഭഗവാന്റെ മനസ്സിൽ യഥാർത്ഥമല്ലാത്ത, അയഥാർത്ഥമായിട്ടുള്ള പല പല രൂപങ്ങളെ സ്വീകരിക്കാനായിട്ട്, അത് അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഈ ദ്വൈതം നിറഞ്ഞ ലോകം ഉണ്ടായത്, പലതായി കാണുന്ന ഈ ലോകം ഉണ്ടായത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുവാൻ ഒരിക്കലും യഥാർത്ഥമല്ലാത്ത, അതാണ് അപാർത്ഥം, ഒരർത്ഥവുമില്ലാത്ത, യഥാർത്ഥമല്ലാത്ത ഈ ദ്വൈതഭാവം നിറഞ്ഞ ലോകത്തിൻ്റെ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നിർവഹിക്കുവാൻ പ്രകൃതിയുടെ സത്വരജ തമോ ഗുണങ്ങളെ സ്വീകരിച്ച് ഭഗവാൻ പല പല
പല രൂപങ്ങളെ എടുത്തു. അങ്ങനെയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ മറ്റു പല എല്ലാ ദേവന്മാരും അതേ ഭഗവാൻ തന്നെ എടുത്ത പല പല രൂപങ്ങളാണ്. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 24. നമോ വിശുദ്ധ സത്വായ ഹരയേ ഹരിമേധസേ വാസുദേവായ കൃഷ്ണായ പ്രഭവേ സർവസത്വതാം. വിശുദ്ധ സത്വായ, വിശുദ്ധ സത്വഗുണ സ്വരൂപനും, ഹരിമേധസേ ഭക്തന്മാരുടെ ഉള്ളിലെ എല്ലാ അഹം എന്ന ഞാൻ എന്ന ഭാവത്തെയും ഇല്ലാതാക്കുന്നവനുമായ ഭഗവാനെ, വാസുദേവായ കൃഷ്ണായ, വാസുദേവപുത്രനായ ഭഗവാൻ കൃഷ്ണനായി അവതരിച്ച ഹരയെ ഭഗവാൻ ശ്രീഹരിയെ, പ്രഭവേ സർവസത്വ എല്ലാ ഭക്തന്മാരുടെയും പ്രഭുവായിരിക്കുന്ന വസുദേവരുടെ പുത്രനായ ശ്രീകൃഷ്ണനായി അവതരിച്ച ഭഗവാൻ ശ്രീഹരിയെ അവിടത്തേക്ക് നമസ്കാരം. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 25. നമ കമലനാഭായ നമഃ കമലമാലിനേ നമഃ കമലപാദായ നമസ്തേ കമലേക്ഷണേ. നമഃ കമലനാഭായ നമഃ, ഞങ്ങൾ ഞങ്ങളുടെ ആദരപ്രണാമങ്ങൾ ഭഗവാനെ അർപ്പിക്കുന്നു. കമലനാഭായ, ആരുടെ നാഭിയിൽ നിന്നാണോ യഥാർത്ഥ താമര പുഷ്പം ഉണ്ടായത്. കമലമാലിനെ, താമരമാലയാൽ സദാ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് ആരാണോ. കമലപാദായ, ആരുടെ പാദങ്ങളാണോ താമരപ്പൂ പോലെ സുന്ദരമായിരിക്കുന്നത്. കമലേക്ഷണ, താമരപ്പൂവിൻ്റെ ഇതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയതാരാണോ. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. ശ്ലോകം 26. നമ കമല കിഞ്ചൽക പിശങ്ക അമലവാസസേ സർവഭൂതനിവാസായ നമോ അയുങ്ഷ്മഹി സാക്ഷിണേ. നമഃ, ഞങ്ങളിദാസ് ഞങ്ങളുടെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കമലകിഞ്ചൽക്കം, കമലകിഞ്ചൽക്കം താമരപ്പൂവിൻ്റെ നടുവിലുള്ള കുങ്കുമവർണ്ണവും പിശാങ്കം മഞ്ഞ നിറവും കലർന്ന അമലവാസസേ പരിശുദ്ധമായ മഞ്ഞപ്പട്ടുടയാട വസ്ത്രം ധരിച്ചവനും, സർവഭൂത നിവാസായ സർവജീവസത്തകളുടെയും ആശ്രയസ്ഥാനവും, സാക്ഷിണി എല്ലാത്തിനും സാക്ഷിയുമായിരിക്കുന്ന ഭഗവാനെ അയുൺമഹി എന്ന് വെച്ചാൽ ഞങ്ങളിതാ അർപ്പിക്കുന്നു. നമഃ, ഞങ്ങളുടെ നമസ്കാരം. ശ്ലോകം 27. രൂപം ഭഗവതഃ തു ഏതദ് അശേഷക്ലേശ സംക്ഷയം ആവിഷ്കൃതം നഃ ക്ലിഷ്ടാനാം കിം അന്യത് അനുകമ്പിതം. രൂപം അതായത് ഭഗവാന്റെ രൂപം. ഭഗവതഃ, ഭഗവാൻ. അപ്പോൾ പ്രചേതസ്സുകൾ പറയാണ്, ഭഗവാനെ അങ്ങ് അശേഷ ക്ലേശ സംക്ഷയം, എല്ലാവിധ ദുഃഖങ്ങളെയും നശിപ്പിക്കാൻ കഴിയുന്ന അങ്ങയുടെ ആ രൂപത്തെ ആവിഷ്കൃതം സ്വയം ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുത്തി തന്നു. അതായത് ആവിർഭവിപ്പിച്ചു തന്നു. ന ക്ലിഷ്ടാനാം, അതായത് ഞങ്ങളാണെങ്കിലോ തപസ് ചെയ്ത് അത്രയും ക്ലേശിച്ചിരിക്കുന്ന ഞങ്ങളുടെ മുന്നിൽ ഇനി കിം അന്യത് അനുകമ്പിതം, ഇനി ഞങ്ങൾക്ക് ഇതിലും വലിയൊരു അനുകമ്പ എന്താണ് കിട്ടാനുള്ളത്. ഭഗവാൻ ചോദിച്ചിരുന്നല്ലോ എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ എന്ന് ആദ്യം ചോദിച്ചത് ഭഗവാൻ പറഞ്ഞത് അതാണ്. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് നിന്ന് തന്നില്ലേ, അങ്ങയുടെ ആ രൂപം ഞങ്ങൾക്ക് ദർശനം തന്നില്ലേ, ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് അനുകമ്പയാണ് അങ്ങയിൽ നിന്ന് കിട്ടാനുള്ളത്. അതാണ് ആ പ്രചേതസ്സുകൾ ചോദിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഏതാവത് ത്വം ഹി വിഭുഭി ഭാവ്യം ദീനേഷു വത്സലൈഹി യത് അനുസ്മര്യതേ കാലേ സ്വബുദ്ധ്യ അഭദ്രരന്ധനഃ. അഭദ്രരന്ധനഃ എന്ന് വെച്ചാൽ എല്ലാ അമംഗളങ്ങളും ഇല്ലാതാക്കുന്നവൻ. അഭദ്രം, അമംഗളകരമായ എല്ലാത്തിനെയും ഇല്ലാതാക്കുന്ന ഭഗവാനെ അങ്ങേക്ക് സ്വബുദ്ധ്യ, അങ്ങയുടെ സ്വന്തം തോന്നലിൽ, അങ്ങ് സ്വയം തോന്നിയിട്ട്, അതായത് പ്രത്യക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ല, ഭക്തൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടല്ല, അങ്ങേക്ക് സ്വയം തോന്നിയിട്ട് കാലേ സമയമാവുമ്പോൾ യത് അനുസ്മരതേ, അങ്ങ് എപ്പോഴും ഓർക്കണം എന്ന്. മനസ്സിലായ? അങ്ങനെ ഓർത്തിട്ടാണല്ലോ ഞങ്ങളിങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല തപസ് ചെയ്തത്. പക്ഷേ സമയമായപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ദർശനം നൽകണമെന്ന്, പ്രത്യക്ഷപ്പെടണമെന്ന് അങ്ങേക്ക് തോന്നിയില്ലേ? അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ അങ്ങേക്ക് സമയമാവുമ്പോൾ യഥാകാലം അങ്ങ് ഞങ്ങളെ സ്മരിക്കണം. എന്നിട്ട് പറയാണ്, ദീനേഷു വത്സലൈഹി, ദീനരായവരിൽ അനുകമ്പയുള്ള ഭഗവാനെ, ഏതത്വം, ഇതാണ്
ത്വം അങ്ങാകുന്ന വിഭുഭു, വിഭുബി എന്ന് വെച്ചാൽ അങ്ങാകുന്ന പ്രഭുവിൽ നിന്ന് ഭാവ്യം ഞങ്ങൾക്ക് വേണ്ടത് എന്ന്. അതായത് കൃത്യസമയത്ത് ഞങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ എല്ലാ അമംഗളങ്ങളും നീക്കാൻ കഴിവുള്ള അങ്ങേക്ക് തോന്നിയിട്ട് ഞങ്ങൾക്ക് ദർശനം നൽകണം. ഇതാണ് അങ്ങയിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടത്. ദീനരിൽ അനുകമ്പയുള്ള അങ്ങയിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടത് ഇതാണ്, ഇതുമാത്രം, മറ്റൊന്നും ഞങ്ങൾക്ക് ആഗ്രഹിക്കാനില്ല. ഭഗവാൻ തോന്നിയത് കൊണ്ടാണല്ലോ ഭഗവാൻ ആ പ്രത്യക്ഷപ്പെട്ടത്, ദർശനം നൽകിയത്. അവരാഗ്രഹിച്ചിട്ടോ പ്രത്യക്ഷപ്പെടണേ എന്ന് പ്രാർത്ഥിച്ചിട്ടോ ഇല്ല. അവരവരുടെ ശരീര മനോബുദ്ധിയെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടെ ഇരുന്നപ്പോൾ ഭഗവാന് തോന്നി ഇനി അവർക്ക് ദർശനം നൽകണം. അതായത് അത്രയും സംപ്രീതനായിരിക്കുന്നു ഭഗവാൻ എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഭഗവാന് സ്വയം തോന്നിയിട്ട് ഇങ്ങനെ രൂപദർശനം, അങ്ങയുടെ സ്വരൂപ ദർശനം നൽകിയില്ലേ, ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇതാണ് ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നും വേണ്ടത്. ശ്ലോകം 29. യേന ഉപശാന്തി ഭൂതാനാം ക്ഷുല്ലകാനാം അഭിഈഹതാം അന്തർഹിതഃ അന്തർഹൃദയേ കസ്മാത് ന വേദ ന ആശിഷഃ. യേന ഉപശാന്തി, യേന ഏതൊന്നുകൊണ്ടാണോ ഉപശാന്തി, ശാന്തി ലഭിക്കുന്നത് ഭക്തന്മാർക്ക്, ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് മാത്രമാണ് ഭക്തന്മാർക്ക് ശാന്തി ലഭിക്കുന്നത്. അങ്ങനെ ഭൂതാനാം എല്ലാ ജീവികളും, ക്ഷുല്ലകാനാം എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആയുസ് മാത്രമുള്ള നിസാരങ്ങളായ ജീവികളുടെ ഉള്ളിൽ പോലും ആണെങ്കിൽ പോലും അന്തർഹിതേ അന്തർഹൃദയെ അവരുടെ ഹൃദയാന്തർഭാഗത്ത് അന്തർഹിതേ വസിക്കുന്ന ആ ഭഗവാനെ അങ്ങ്, അത് ചെറിയ ജീവിയാണെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന അങ്ങ്, ഈ ഹദാം ഒരുപാട് ആഗ്രഹങ്ങളോടുകൂടി ജീവിക്കുന്ന ഞങ്ങളുടെ ആശിഷ ആ ആഗ്രഹങ്ങളെ കസ്മാത് ന വേദ അറിയുന്നില്ല എന്നോ എന്ന്. എന്ത് അനുഗ്രഹമാണ് വേണ്ടത് എന്ന് ഞങ്ങളോട് ചോദിച്ചല്ലോ. ഞങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് അങ്ങ് അറിയണില്ലേ? ഏറ്റവും നിസാരമായ ഒരു കൃമികീടത്തിൻ്റെ പോലും, ഒരു ചെറിയ ജീവിയുടെ പോലും ഉള്ളിൽ വസിക്കുന്ന അങ്ങ്, അവൻ്റെ ചലനങ്ങളെ, അവൻ്റെ ഉള്ളിലെ മനസ്സിനെ വരെ അറിയുന്ന അങ്ങ്, ഇത്രയും വലിയ സർവാത്മാവായ അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണെന്ന് ഞങ്ങളിനി പറയണോ, വരമായി ചോദിക്കണോ? അങ്ങേക്കറിയാലോ. കസ്മാത് ന വേദ, അങ്ങേക്കറിയുന്നില്ല എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങേക്ക് എല്ലാം അറിയാം. പിന്നെ ഞങ്ങൾ എന്തിനാ ഇന്ന വരം വേണമെന്ന് ചോദിക്കുന്നത്? ആ വരം ചോദിക്കാനുള്ള തോന്നലിനെ മനസ്സിലുണ്ടാക്കുന്നത് വരെ അങ്ങല്ലേ. ആ ചെറു ജീവികളുടെ പോലും ഉള്ളിൽ വസിക്കുന്നവൻ അങ്ങ് ഞങ്ങളോട് വരം വേണോ, എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത് എന്തിന്? ഞങ്ങളുടെ എല്ലാ ചിന്തകളും മനസ്സിലെ ആഗ്രഹങ്ങളും അങ്ങേക്കറിയാമല്ലോ എന്നാണ് പറയുന്നത്. ശ്ലോകം 30. അസൗ ഏവ വരഹ അസ്മാകം ഈപ്സിതഃ ജഗതപതേ പ്രസന്ന ഭഗവാൻ യേഷ അപവർഗ ഗുരുഗതിഹി. അപവർഗ ഗുരുഗതിഹി, മോക്ഷത്തിനായിട്ടുള്ള വഴിയെ കാണിച്ചു തരുന്ന ഗുരുവായിരിക്കുന്നതും ഗതി, ആ വഴിയിലൂടെ പോയി എത്തിച്ചേരുന്ന ആ ആത്യന്തികമായ ലക്ഷ്യമായിരിക്കുന്നതുമായ ഭഗവാനെ അസൗ ഇവ ഏവ, ഇത് മാത്രമാണ് വരഹ, വരമായിട്ട് അസ്മാകം ഞങ്ങൾ ഈപ്സിതഃ ആഗ്രഹിക്കുന്നത്, ജഗതപതേ ജഗത്തിൻ്റെ പതിയായ ഭഗവാനെ. എന്താണ് അവരാഗ്രഹിക്കുന്നത്? ഭഗവാൻ പ്രസന്നഃ, ഭഗവാൻ ഞങ്ങളിൽ സംതൃപ്തനാകണം, പ്രസന്നനാവണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടുവെന്ന്. അങ്ങനെ ആവുമ്പോഴാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭഗവാൻ ഞങ്ങളിൽ പ്രസന്നനാവണം എന്നത് മാത്രമാണ്. മോക്ഷത്തിനായിട്ടുള്ള വഴിയെ ഉപദേശിച്ചു തരുന്ന ഗുരുവായിരിക്കുന്നതും ആ വഴിയായിരിക്കുന്നു, മാർഗമായിരിക്കുന്നതും അതിലൂടെ എത്തിച്ചേരുന്ന ആത്യന്തിക ലക്ഷ്യമായിരിക്കുന്നതും അങ്ങ് തന്നെ. വഴി കാണിച്ചു തരുന്ന ആളും വഴിയായിരിക്കുന്നതും ആത്യന്തികമായ ലക്ഷ്യമായിരിക്കുന്നതുമായ അങ്ങനെയുള്ള ഭഗവാനെ, ജഗത്തിൻ്റെ പതിയായ ഭഗവാനെ, അങ്ങ് ഞങ്ങളിൽ പ്രസന്നനാവണം, സംപ്രീതനാവണം. അതുമാത്രമാണ് ഞങ്ങൾ അങ്ങയിൽ നിന്നും ആഗ്രഹിക്കുന്ന വരം. ശ്ലോകം 31. വരം വൃണീമഹേ അത അഭിനാദ ത്വത്പരതഃ പരാത് ന ഹി അന്തഃ ത്വത് വിഭൂതീനാം സഹ അനന്ത ഇതി ഗീയസേ. ഇനി അവരെ പ്രചേതസുകൾ പറയാം, എങ്കിൽ പോലും അങ്ങ് ഞങ്ങളോട് വരം വേണമെന്ന് ചോദിച്ചല്ലോ, അതുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ. ത്വത്പരത പരാത്, പരത അത് പരമമായവയിൽ വെച്ച് ഏറ്റവും പരമമായ ത്വത് ഭഗവാനെ, അങ്ങയിൽ നിന്ന് നാദ അല്ലയോ ഭഗവാനെ, വരം വൃണീമഹ അത അഭി, അങ്ങ് ഞങ്ങളോട് വരം വേണോ എന്ന് വരം തരാമെന്ന് ചോദിച്ചില്ലേ, അതുകൊണ്ട് മാത്രം ഞങ്ങളൊരു വരം ചോദിക്കുകയാണ്.
ന ഹി, അതായത് അവസാനമില്ലാത്തത്. ന ഹി അന്ത എന്ന് വെച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത. ത്വത് വിഭൂതീനാം, അവിടുത്തെ വിഭൂതികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെയുള്ള സഹ, അതുകൊണ്ട് തന്നെ അനന്ത ഇതി ഗീയസേ, അനന്തൻ എന്ന് അങ്ങ് കീർത്തിയുള്ളവനായി. ഭഗവാനെ, അങ്ങയുടെ വിഭൂതികൾക്ക് ഒരിക്കലും അവസാനമില്ല. ഭഗവാന്റെ വിഭൂതികൾ എന്താ? സത്വരജ തമോ ഗുണങ്ങളാകുന്ന പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ സ്വീകരിച്ച് ഭഗവാൻ എടുത്ത ശരീരരൂപങ്ങളാണ് ഭഗവാന്റെ വിഭൂതികൾ. രൂപങ്ങളാണ് വിഭൂതികൾ എന്ന് പറയുന്നത്. ആ വിഭൂതികൾക്ക് ഇവിടെ അറ്റുണ്ടോ? ഏത് കൃമികീടം തൊട്ട് എല്ലാ ചലനങ്ങളും, എല്ലാ ഭൗതിക വസ്തുക്കളും ആ ഭഗവാൻ തന്നെയാണ് അല്ലേ? എല്ലാം ഇവിടെ ഭഗവാൻ അല്ലാത്തതായിട്ട് എന്താണുള്ളത്? എല്ലാം നമ്മുടെ ശരീരവും അതിലെ ഓരോ ആറ്റങ്ങളും, അതാണല്ലോ വിഷ്ണു എന്ന നാമത്തിനർത്ഥം. വിശ്വം മുഴുവൻ നിരവധി പരമാണുക്കളായി വ്യാപിച്ചു നിൽക്കുന്നവൻ. അങ്ങനെ ഇവിടെ സത്വരജ തമോ ഗുണങ്ങളുടെ വ്യതിചലനത്താലാണ് നമുക്കിവിടെ എല്ലാം ഉള്ളത് അല്ലേ? ആ ചലനം കൊണ്ടുണ്ടാകുന്നത് എല്ലാം ഭഗവാൻ തന്നെയാണ്, അതല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഭഗവാന്റെ വിഭൂതികൾക്ക് അറ്റുണ്ടോ? അവസാനമില്ല. അതുകൊണ്ടാണ് ഭഗവാനെ അനന്തൻ, അനന്തൻ എന്ന് വിളിക്കുന്നത്. അതായത് അവസാനമില്ലാത്തവൻ എന്ന നാമം കൊണ്ട് അങ്ങ് കീർത്തിയുള്ളവനായത്. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളോട് ചോദിച്ചുവല്ലോ എന്ത് വരമാണ് വേണ്ടതെന്ന്, അതുകൊണ്ട് മാത്രം ഞങ്ങളൊരു വരം ആവശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് പറയാണ് ശ്ലോകം 32. പാരിജാതേ അഞ്ജസാ ലബ്ധേ സാരാംഗ അന്യത് ന സേവതേ ത്വദംഘ്രിമൂല ആസാദ്യ സാക്ഷാത് കിം കിം വൃണീമഹി. പാരിജാതേ, കൽപ്പവൃക്ഷത്തെ, അഞ്ജസ വളരെ എളുപ്പത്തിൽ, ലബ്ധേ നേടിയാൽ പിന്നെ, സാരംഗ ഒരു വണ്ടിനെ, അന്യത് ന സേവതേ മറ്റൊരു വൃക്ഷത്തെ, ഒരു പൂവിനെ തേടി പോവോ? പാരിജാത വൃക്ഷം തന്നെ വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ട് മറ്റു വൃക്ഷങ്ങളെ അന്വേഷിച്ച്, മറ്റു ചെടികളെ, മറ്റു പൂക്കളെ അന്വേഷിച്ച് പോകുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ത്വദംഘ്രി മൂല ആസാദ്യ, ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞപ്പോൾ കിട്ടിയ ഒരു സുഖമുണ്ടല്ലോ, ഒരു കനം കുറവ്, ഒരു അപ്പൂപ്പൻ താടി പോലെ ഒഴുകി നടക്കാൻ കഴിയുന്ന ഒരു ജീവിതം, അതിനെ ആസ്വദിച്ച് കഴിഞ്ഞാൽ പിന്നെ സാക്ഷാൽ ആ ഭഗവാന്റെ കിം കിം വൃണീമഹി, പിന്നെ എന്തെങ്കിലും ഈ ലോകത്ത് വേണോ എന്ന്. നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് തിരയുന്നത് എന്തിനെയാണ്? നമ്മളെല്ലാവരും ജീവിക്കുന്നത്, വളരെ ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കി, ആത്യന്തികമായിട്ട് നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു സാധനം നേടാനാ. പല പല കാര്യങ്ങളിലൂടെ, പണം, കുടുംബജീവിതം, ഭാര്യ, ഭർത്താവ്, മക്കള്, വീട്, കാറ്, വിദ്യാഭ്യാസം, ജോലി, ഇതൊക്കെ പല പല കാര്യങ്ങൾ. ഇതിലൂടെയൊക്കെ നമ്മൾ ഇതൊക്കെ കിട്ടിയിട്ട് നമ്മൾ എന്ത് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ നേടിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ശാന്തി, മനസമാധാനം അല്ലേ? വളരെ സുഖമായിട്ട് ശാന്തിയോടുകൂടിയുള്ള ജീവിതം, മനസ്സ് വളരെ സ്വസ്ഥതയിലെത്തിയിട്ട് വളരെ ശാന്തിയോടുകൂടി നമുക്ക് ജീവിക്കാൻ കിട്ടണം. അതിനു വേണ്ടിയാണ് നമ്മൾ വീട് വെക്കണം, വിദ്യാഭ്യാസം നേടണം, പഠിപ്പുണ്ടാവണം, പണം സമ്പാദിക്കണം, ജോലി വേണം, കുടുംബം വേണം, മക്കൾ വേണം, മക്കൾ നല്ല നിലയിലെത്തുക, ഇങ്ങനെയുള്ള നിരവധി ആഗ്രഹങ്ങൾ നമുക്ക് വരുന്നതിൻ്റെ മെയിനായിട്ടുള്ള ആത്യന്തികമായി നമ്മുടെ ആവശ്യം മനഃശാന്തിയാണ്, മനസ്സമാധാനമാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങളൊന്നും നേടിയാലും നമുക്കത് കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ ഒരു അപ്പൂപ്പൻ താടി പോലെ ഇവിടെ ഒന്നും ഇല്ലാതെ കനം കുറഞ്ഞ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീര, മനസ്സ്, ബുദ്ധിയെ നമ്മളാണ് ഇത് എന്ന ധാരണയെ വിട്ടിട്ട് ഇതിനെ മൂന്നും ചലിപ്പിക്കുന്ന ശക്തിയായിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ പൂർണ്ണമായി അർപ്പിക്കുക, മനസ്സുകൊണ്ട് ആ സങ്കല്പം അവിടെ വെക്കുക. എന്നിട്ടൊന്ന് ജീവിച്ച് നോക്കി നോക്കൂ. അതിൻ്റെ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ആഗ്രഹം ഉണ്ടാവില്ല. കാരണം ഏറ്റവും മനസ്സമാധാനം, ഏറ്റവും സുഖം ആ ജീവിതത്തിനാണ് കിട്ടുക. അതുകൊണ്ടാണ് കൊട്ടാരത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു രാജാവിന് ചിലപ്പോൾ നല്ല ഉറക്കം കിട്ടില്ലായിരിക്കാം, പക്ഷേ ഒന്നും സ്വന്തമായി, ഒരു തരി മണ്ണ് പോലും സ്വന്തമായി ഇല്ലാതെ ഒരു ആൽത്തറയിൽ കിടന്നുറങ്ങുന്ന ഒരു യാചകനെ ചിലപ്പോൾ സുഖമായി ഉറങ്ങാൻ കഴിഞ്ഞേക്കാം. അത് ആ മനസ്സിൻ്റെയാണത്. അതാണ് പറയുന്നത്, എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സന്യാസി, ഒരു യോഗി അനുഭവിക്കുന്ന മനഃശാന്തി എല്ലാം ഈ ഭൗതിക ലോകത്തെ എല്ലാം നേടിയെടുത്തവന് അനുഭവിക്കാൻ പറ്റില്ല.
ആണ്. കാരണം എല്ലാം ആ ഭഗവാന്റെ പാദങ്ങളിൽ, ഈ ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ എൻ്റെ സ്വന്തം എന്ന് വിചാരിച്ചതിനൊക്കെ കൊണ്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് കനയില്ല, ഭാരങ്ങളില്ല, ഒന്നുമില്ല. ആ ഒരു അവസ്ഥയെ പ്രാപിച്ച് ആ ഒരു സുഖം, ആ ജീവിതത്തിൻ്റെ സുഖം, ശാന്തി എന്തെന്ന് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറൊരു ആഗ്രഹവും ഇല്ല. കാരണം ആ ശാന്തി വേറെ എന്ത് നേടിയാലും കിട്ടില്ല എന്ന് അവന് മനസ്സിലായി. അതാണ് ഇവിടെ പറഞ്ഞത്. പാരിജാത വൃക്ഷം പോലും സ്വന്തമായി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ട് വേറെ ചെടികളെ അന്വേഷിച്ചു പോവില്ല എന്ന് പറയുന്നത് പോലെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൂർണ്ണമായും ശരണാഗതി അടഞ്ഞ് ജീവിച്ചപ്പോൾ കിട്ടിയ ഒരു ശാന്തിയെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളപ്പുറം വേറൊരു വരവും ചോദിക്കാനില്ല ഭഗവാനെ. ശ്ലോകം 33. യാവത് തേ മായയാ സ്പൃഷ്ട ഭ്രമാമ ഇഹ കർമ്മഭി താവത് ഭഗവത് പ്രസംഗാനാം സംഘ സ്യാത് ന ഭവേ ഭവ. എന്നാലും അവരവസാനമായിട്ടൊരു വരം പ്രചേതസ്സുകൾ ചോദിക്കുകയാണ്. ആ ചോദിക്കുന്ന വരം തന്നെ കേട്ടോളൂ കേട്ടാ. ഇതാണ് തേ മായയാ സ്പൃഷ്ട. ഭഗവാനെ അങ്ങയുടെ മായയാൽ സ്പൃഷ്ട, ആ മായയുടെ സ്പർശം കൊണ്ട്, മായ തൊട്ടത് കൊണ്ട്, ആ മായയിൽ വീണ് കിടന്നിട്ട് അതിൽ പെട്ടിട്ട് കർമ്മഭിഹി കുറേ കർമ്മങ്ങൾ ചെയ്ത് ഈ ലോകത്തിൽ ഭ്രമാമ ഇങ്ങനെ അതായത് ചുറ്റിത്തിരിയുക. ജനിച്ച് ജീവിച്ച് മരിക്കും, ജനിച്ച് ജീവിച്ച് മരിക്കും, ഇങ്ങനെ പല പലതായി ജനിച്ച് ജീവിച്ച് മരിച്ച് ഈ ലോകത്ത് തന്നെ കിടന്ന് ചുറ്റിത്തിരിയുന്ന ഞങ്ങൾ യാവത് എത്ര കാലമാണോ അങ്ങനെ ചുറ്റിത്തിരിയുന്നത് എന്ന് വെച്ചാൽ എത്ര കാലമാണോ ഈ ലോകത്ത് ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ഏത് ജന്മമാണെങ്കിലും ജനിച്ച് മരിച്ച് പോകുന്നത്, താവത് അത്രയും കാലം ഭവത് പ്രസംഗാനാം ഭഗവാനെ അങ്ങയോട് പൂർണ്ണമായി സമർപ്പിച്ച, അങ്ങയോട് അത്രയും സ്നേഹമുള്ള ഭക്തരുമായിട്ട് സംഘ സ്യാത് നഹ ഞങ്ങൾക്ക് സമ്പർക്കം, സംഘം ചേരാൻ സ്യാത് സാധിക്കണേ. അത് ഭവേ എത്ര ജന്മമെടുത്താലും അത് സാധിക്കണം. ഇത് മാത്രം ഞങ്ങൾക്ക് വരമായി കിട്ടിയാൽ മതി. അങ്ങനെ ഒരു സമ്പർക്കം കിട്ടിയാൽ ഭഗവാനിൽ നിന്ന് മനസ്സ് പിന്നെ പോവോ? ഇല്ല. ഭഗവാന്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞ ഒരു ആള്, ആ ഒരാളുമായിട്ടുള്ള ഭഗവത് ഭക്തനുമായിട്ടുള്ള ഒരു സമ്പർക്കം എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും, കാരണം ഞങ്ങളൊക്കെ മായയിൽ പെട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ മായയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജന്മങ്ങൾ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് വന്നും പോയി ഇരിക്കേണ്ടി വരും. എത്ര ജന്മങ്ങൾ എടുത്തോട്ടെ. ഇപ്പം അടുത്ത ജന്മം മുക്തി വേണമെന്നൊന്നും ആവശ്യപ്പെടുക ഒരു ആഗ്രഹവും ഇല്ല. ഇനി എത്ര ജന്മങ്ങൾ എടുത്തോട്ടെ, അങ്ങേക്ക് തോന്നുമ്പോൾ ഞങ്ങളെ മായയിൽ നിന്ന് മുക്തരാക്കിയാൽ മതി. അങ്ങ് തന്നെ വിചാരിച്ചാലേ മായയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ ഞങ്ങൾക്ക് മുക്തി സാധ്യമാവുള്ളൂ. അപ്പോൾ ആ മായയിൽ പെട്ടിരിക്കുന്ന ഞങ്ങൾ ഈ ലോകത്ത് പലതായി ജനിച്ചും ജീവിച്ചും ഇങ്ങനെ ചുറ്റിത്തിരിയാണ്. അത് എത്ര കാലം വേണമെങ്കിലും സംഭവിച്ചോട്ടെ, അത്രയും കാലം ഓരോ ജന്മത്തിലും ഞങ്ങളോടൊപ്പം ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ച ഒരു യഥാർത്ഥ ഭക്തനുമായിട്ടൊരു സമ്പർക്കം, ഒരു സംഘം ചേരാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണം. അത് ഞങ്ങൾക്ക് സാധിക്കണം. അത് എത്ര ജന്മെടുത്താലും കുഴപ്പമില്ല. അങ്ങനെ സാധിച്ചാൽ എത്ര ജന്മെടുത്താലും ഞങ്ങളുടെ മനസ്സ് ഭഗവാനിൽ നിന്നും വിട്ടുപോവില്ല. അതാണ് പറഞ്ഞത്. ഇത് മാത്രമേ ഉള്ളൂ ഭഗവാനെ ഞങ്ങൾക്കൊരാഗ്രഹം എന്ന് പറയുകയാണ് പ്രചേതസ്സുകൾ. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ നോക്കാം.